ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് നെബിലൂട്ടിയുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഐഡിയാസ് ആണ് കേട്ടോ. ഇത് ഒരുപാട് കൂട്ടുകാർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നെബിലൂട്ടി കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3.5 മീറ്ററാണ് ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും തന്നെ ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഇത് 3 മീറ്ററാണ് ഞാൻ എടുത്തത്. പക്ഷെ 3.5 മീറ്ററാണ് കേട്ടോ ശരിക്കും ആവശ്യം. പിന്നെ ഈ ഒരു മെറൂൺ തുണി ഉണ്ടല്ലോ, അത് ഞാൻ 3 മീറ്റർ ആ ഡ്രസ്സിനും 2.5 മീറ്റർ ഷോളിനും വേണ്ടിയിട്ടാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ട്. അപ്പോൾ ഒത്തിരി കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നെബിലൂട്ടിയുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ എങ്ങനെയെന്ന് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ തിരക്കിട്ടതായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാൻ അറിയണവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഡ്രസ്സാണ്, അധികം ചിലവൊന്നും വന്നിട്ടില്ല, പക്ഷേ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിങ്ങനെ ഓവർകോട്ടാണ്. പിന്നെ ഇതിൻ്റെ ഷാളും ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിതിന് ഹൈനെക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ഞെറിവായി കൊടുത്തത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ചാണ് സാധാരണ കഴുത്തിന് വീതി എടുക്കുക. അപ്പോൾ ഞാനൊരു 10 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് അത് ഞാനൊരു പേപ്പറും വെട്ടി കാണിച്ചു തരാം എങ്ങനെയാണ് ആ കഴുത്ത് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഡ്രസ്സ് തയ്ക്കാനുള്ള 57 ഇഞ്ചിൻ്റെ 2 പീസാണ്. 57 ഇഞ്ച് ലെങ്ത്ത് ഉള്ള നമ്മൾ ഇങ്ങനെ മടക്കിയിട്ടുള്ള ഒരു പീസാണ്. ഇതൊരു ഫ്രണ്ട് പീസ്, ഇതൊരു ബാക്ക് പീസ്. അപ്പോൾ നമുക്ക് ബാക്ക് പീസിൻ്റെ കട്ടിങ് ആദ്യം ചെയ്യാം. സാധാരണ പോലെ 7 ഇഞ്ച് ഷോൾഡർ, പിന്നെ 7 ഇഞ്ച് താഴേക്ക്, അളവ് 20 അങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ കൈക്കുഴി വരക്കണം. സാധാരണ പോലെ നമ്മൾ കൈക്കുഴി വരക്കണം. പിന്നെ നമ്മളെ ഷേപ്പും ഹിപ്പും ഒക്കെ അളന്നിട്ട് സാധാരണ ഷേപ്പിൽ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇത് ഒരേപോലെ കട്ട് ചെയ്യാതെ ഒരു 10 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 10 ഇഞ്ചിൻ്റെ ഇവിടെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളുടെ ഈ ഒരു അളവ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു 10 ഇഞ്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഞാനിത് മാർക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും നമുക്ക് ഞെറിവിടാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ബാക്ക് പീസ്, നമ്മളുടെ ഫ്രണ്ട് പീസ്. ഇനി നമുക്കിതിൽ കഴുത്ത് വെട്ടണം. അപ്പോൾ നമ്മൾ ഹൈനെക്കാണ് തയ്ക്കുന്നത്. ഹൈനെക്കിന് ഞാൻ 2.5 ഇഞ്ച് വീതി 2.5 ഇഞ്ച് ഇറക്കമാണ് എടുക്കാറ്. അപ്പോൾ 2.5 ഇഞ്ച് നമ്മൾ അളക്കുമ്പോൾ ഈ 10 ഇഞ്ച് നമ്മൾ ഞെറിവിനെടുത്തതാണ്. അപ്പോൾ ഈ 10 അതിൻ്റെ കൂടെ കൂട്ടണം, 2.5യുടെ കൂടെ കൂട്ടണം. അപ്പോൾ 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാം നമ്മൾ. 12.5 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇറക്കം 2.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ. അപ്പോൾ ആ 2.5 ഇഞ്ച് നമുക്കിതാ ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതാണ് ശരിക്കും നമ്മളെ ഹൈനെക്കിൻ്റെ കഴുത്തിൻ്റെ അളവ്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഞെറിവിടാനുള്ള ഭാഗമാണ്. നമ്മളിത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ട് കഴുത്ത് റെഡിയായി. പിന്നെ ബാക്ക് കഴുത്തിൽ നമ്മൾ സാധാരണ പോലെ 3/4 ഇഞ്ച് ഇറക്കം, 2.5 ഇഞ്ച് വീതി. അപ്പോൾ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നമ്മളുടെ ഷോളിൻ്റെ വീതി കട്ട് ചെയ്തിട്ട് 2 വലിയൊരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പീസിലാണ് ഞാൻ ഇതിന് ഫേസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കഴുത്തിൻ്റെ ഇപ്പുറത്തേക്ക് മടക്കി അടിക്കാനുള്ള ഭാഗം ആ ഷോളിൻ്റെ വീതി കട്ട് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു കഴുത്തും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഫേസിൽ നമ്മൾ സാധാരണ പോലെ കഴുത്തും ഷോൾഡറൊക്കെ അടയാളപ്പെടുത്തുകയാണ് കേട്ടോ. ചെറിയ ഫേസ് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. ഞാൻ കുറച്ച് വലുത് കിട്ടിയപ്പോൾ അത് അങ്ങനെ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ കൈക്കുഴി അടയാളപ്പെടുത്തുന്നുണ്ട്. കാരണം ഇത് ഒരുമിച്ചിട്ട് തയ്ച്ചിട്ട് മറിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കൈക്കുഴിയും പിന്നെ നമ്മളെ ബാക്ക് കഴുത്ത് സാധാരണ പോലെ തന്നെയും അതേപോലെ തന്നെ ഫ്രണ്ട് കഴുത്ത് സാധാരണ പോലെ, അതായത് 2.5 ഇഞ്ച് ഇറക്കും 2.5 ഇഞ്ച് വീതി മതി കേട്ടോ. അതായത് ഞാനിപ്പോൾ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ആവേണ്ടി ഒന്നുമില്ല. നമ്മൾ ഈ ഒരു ഫ്രണ്ട് പീസിന് കഴുത്ത് വെട്ടിയപ്പോൾ 12.5 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫേസ് വെക്കുമ്പോൾ വലിയ ഫേസ് ആണെങ്കിലും ചെറിയ ഫേസ് ആണെങ്കിലും ആ ഫേസിൻ്റെ കഴുത്തിന് നമ്മൾ സാധാരണ പോലെ 2.5 ഇഞ്ച് ഇറക്കും 2.5 ഇഞ്ച് വീതി എടുത്താൽ മതി എന്നർത്ഥം. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ ഇവിടെ ഒരു 10 ഇഞ്ച് ഇവിടെ ഒരു 10 ഇഞ്ച് ടോട്ടൽ 20 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അത് നമ്മളിങ്ങനെ നന്നായിട്ട് ഞെറിവിട്ട് കൊടുത്തിട്ട് ചുരുക്കി ഇതിനെ നമ്മൾ 2.5 ആക്കി മാറ്റണം. ഇങ്ങനെ 2.5 ആക്കി മാറ്റിയിട്ട് നമ്മളുടെ ഈ ഒരു ഫേസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കറക്റ്റാക്കിയിട്ട് ഇതിനെ ചുറ്റും മടക്കുക. ഇത് ഞാൻ 2.5 കറക്റ്റ് അളന്നിട്ടല്ല കേട്ടോ വെട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരേപോലെ നിൽക്കാത്തത്. അപ്പോൾ ഇതാ ഇതിനെങ്ങനെ ഒരേപോലെ ആക്കിയിട്ട് ഇങ്ങനെ അടിച്ച് മറിച്ചിടുമ്പോൾ ഇവിടെ ഞെറിവുള്ള ഒരു കഴുത്ത് നമുക്ക് കിട്ടും. നിങ്ങൾ ഇതേപോലെ വലിയ പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കഴുത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ അടിക്കാം, അതേപോലെ ഈ കൈക്കുഴിയുടെ ഇങ്ങനെ അടിക്കാം, ഇങ്ങനെ അടിക്കാം. എന്നിട്ട് അങ്ങോട്ട് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കഴുത്തും നമ്മുടെ ഈ കൈക്കുഴിയും അടിച്ച് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ ബാക്ക് പീസും ചെയ്യുക. പിന്നെ ഷോൾഡർ കൂട്ടിയടിക്കുക, ഷേപ്പ് അടിക്കുക, അടിയടിക്കുക. അത്രേ ഉള്ളൂ നമ്മളെ ഈ ഒരു ഡ്രസ്സിൻ്റെ പണി കേട്ടോ. പിന്നെ കോളർ വെക്കണം, അതിന് ലേസ് വെക്കണം, ബാക്കിൽ ഹുക്ക് വെക്കണം, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുത്തടിച്ചു, അതിന് കോളർ വെച്ചു.
ഒരു അട്രാക്ഷന് വേണ്ടി ഞാൻ ഈ ഒരു ലേസ് വെച്ചു. അപ്പോൾ ആ ലേസ് വെച്ചതോടെ ഈ ഒരു ഡ്രസ്സിന് നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഷിഫോൺ കൊണ്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം അത്രേ തുണി ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ ഞാൻ 5.5 മീറ്ററാണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തത്. ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ 3 മീറ്ററും പിന്നെ നമുക്ക് ഷോളിന് വേണ്ടിയിട്ട് 2.5 മീറ്ററും. ഇതിൻ്റെ അടിയിൽ നമ്മൾ വേറൊരു, ഞാൻ പറയാറില്ല, ഷിമ്മി പോലൊരു ഡ്രസ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഞെറിവൊന്നും കൊടുക്കുന്നില്ല, സാധാരണ പ്ലെയിൻ ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രമുള്ള ഈ ഒരു ഞെറിവ് വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഓവർകോട്ട്. അപ്പോൾ ഈ ഒരു ഓവർകോട്ടിൻ്റെ ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലുള്ള ഒരു ഡ്രസ്സ് വേണമെന്ന് നെബിലുട്ടി പറഞ്ഞിട്ട് നെബിലുട്ടി എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ഒരു മെറ്റീരിയലും കൂടി ഇട്ടിട്ട് ഒരു ഫുള്ള് ഡ്രസ്സാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡ്രസ്സാക്കി. അപ്പോൾ ഇത് നല്ലൊരു കംപ്ലീറ്റ് ഒരു ഡ്രസ്സായിട്ട്. അപ്പോൾ ഈ ഒരു ഓവർകോട്ടിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾ എപ്പോഴും ചോദിക്കും, തിരക്കിട്ട് തയ്ച്ച കാര്യം ഞാനിത് എടുത്തിട്ടില്ല. അതൊരു പേപ്പറിൽ വെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നീട് ഞാൻ നിങ്ങൾക്ക് അത് ശരിക്കും സ്റ്റിച്ചിങ്ങും കാണിച്ചു തരാം കേട്ടോ. ഇത് ഷെഗ് തയ്ക്കാനുള്ള 57 ഇഞ്ചിൻ്റെ 2 പീസ് ഇട്ടോ. 57 ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത്. അപ്പോൾ ഫുൾ ലെങ്ത്തുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ ഇത് സാധാരണ നോർമൽ 45-46 ഇഞ്ച് വീതിയുള്ള തുണീനെ 2ആക്കി മടക്കിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മളെവിടെ കഴുത്ത് ഇവിടെ വരക്കും, ഷോൾഡർ ഇവിടെ വരക്കും, അങ്ങനെയാണല്ലോ ഇവിടുന്ന് തുടങ്ങും. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അറ്റത്ത്, നമ്മൾ ഈ മെറ്റീരിയലിൻ്റെ ഈ അറ്റത്താണ് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യുന്നത്. ബാക്കി പീസൊക്കെ തൂങ്ങി നിൽക്കാനുള്ളത്. അതായത് ഈ ഷ്രഗ് സാധാരണ പോലെ നമ്മൾ ഇവിടെ സ്ട്രൈറ്റ് അല്ല, ഇവിടെ ഇങ്ങനെ കോണാക്കി വന്നിട്ട് ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അങ്ങനെ തൂങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൈക്കുഴി ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് വെട്ടുകയാണ് ചെയ്യുക. ഇത്രയും ഭാഗം നമുക്ക് തൂങ്ങി നിൽക്കാൻ വേണ്ടി ആവശ്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ നെഞ്ഞളവ് ഉണ്ടാവുമല്ലോ, നമ്മളെ നെഞ്ഞളവ് ഇപ്പോൾ ഇതിന് വേണ്ടത്, ഞാൻ അടിക്കുന്ന ഡ്രസ്സിൻ്റെ നെഞ്ഞളവ് 20 ഇഞ്ചാണ് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ പകുതി 10ൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 12-11 എടുക്കാം. അപ്പോൾ അത് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തും. അതായത് ഇവിടുന്ന് ഈ പീസ് ഈ അറ്റത്ത് നിന്ന് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ ആ ഒരു 12 ഇഞ്ച് നിന്ന് മാർക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക നമ്മളെ ഷോൾഡറിൻ്റെ വീതി, അതായത് 7 ഇഞ്ച്. സാധാരണ നമ്മൾ ഷോൾഡറിന് എടുക്കുന്ന പോലെ തന്നെ 7 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമ്മൾ സാധാരണ പോലെ എങ്ങനെയാണോ കൈക്കുഴി വെട്ടാറ് അതേപോലെ അളന്ന് നമ്മളെ കൈക്കുഴി വെട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രസ്സിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് ഈ അറ്റത്ത് കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ കൈക്കുഴി വെട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ കൈക്കുഴി ഈ അറ്റത്ത് വെട്ടി. ഇപ്പോൾ ഇവിടെ വലിയ ശീലയാണ് കേട്ടോ, വലിയ ശീല കിടക്കുന്നുണ്ട്. നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നിട്ട് ഒരു 4 ഇഞ്ച്, അതായത് നമ്മളെ കഴുത്തിൻ്റെ വീതിയാണത് കേട്ടോ, 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി നമ്മൾ ഇവിടെ ഒരു 30 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ വെച്ചിട്ടൊരു 30 ഇഞ്ച് എന്ന് മാർക്ക് ചെയ്യുക. ഇനിയാണ് ഇതിൻ്റെ ഒരു കട്ടിങ് കേട്ടോ. കട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്യാം. എന്നാലും ഞാൻ പറഞ്ഞുതരാം. 4 ഇഞ്ചുമ്പോൾ എന്താ കഴുത്തതാ ഇങ്ങനെ തുടങ്ങി 30 ഇഞ്ചുമ്പോൾ കൊണ്ടുപോയി മുട്ടിക്കുക. 57 ഇഞ്ച് ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് ഫുള്ളും വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്ററിലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കൊണ്ടുപോവുക. പിന്നെ ബാക്കിലൊരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് അതിനെ ഇങ്ങനെയും കൊണ്ടുപോവുക. കണ്ടോ, ഇതാണ് ആ ഒരു ഓവർ കോട്ടിൻ്റെ ഷേപ്പ്. അപ്പോൾ അതിൻ്റെ കഴുത്തിങ്ങനെ റൗണ്ട് കഴുത്ത് അങ്ങനെ വെട്ടേണ്ട ആവശ്യമില്ല. അതിൻ്റെ കഴുത്തിങ്ങനെ ഒരു കോട്ട് പോലെ ഇങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ലോ അതിങ്ങനെ തൂങ്ങിയിട്ടാണ് കിടക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ വരും, ഇങ്ങനെ ഷേപ്പിൽ വരും. ഇപ്പോൾ ഓവർലോക്കിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഓവർലോക്ക് ചെയ്യാണ് പറ്റുക. അതല്ലെങ്കിൽ മടക്കിയെടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും, കാരണം വളഞ്ഞിട്ടല്ലേ നമ്മളിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വരുന്നത് നമ്മളെ കൈക്കുഴിയാണ്. നമ്മളെ കഴുത്ത് എത്തി നമ്മളെ കാൽമുട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ഒരു സംഭവം വരും. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു പീസ്. അപ്പോൾ ഇത് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഇതിവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ചെയ്യുക. ബാക്ക് പീസ് നമ്മളെ സാധാരണ അളവിൽ തന്നെ 7 ഇഞ്ച് ഷോൾഡറൊക്കെ അളന്ന് സാധാരണ കൈക്കുഴിയൊക്കെ വരക്കണ പോലെ വരച്ച് ഹിപ്പും ഷേപ്പൊക്കെ കണക്കാക്കി ഇങ്ങനെ വരക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൻ്റെ ഒരു 5 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റി വെട്ടിയിരുന്നു. അപ്പോൾ അവിടെയും ആ ഒരു 5 ഇഞ്ചിലാണല്ലോ ഇത് വന്ന് നിൽക്കുക. അപ്പുറത്ത് ഇത് ഇങ്ങനെ വന്ന് നിൽക്കുക 5 ഇഞ്ചിലായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയും ആ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് നമ്മളിതാ ഇങ്ങനെ സ്ലോപ്പാക്കി കൊണ്ടുപോകുക. അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് പീസ്, നമ്മളെ ഫ്രണ്ട് പീസുകൾ. അപ്പം ഇതിന് ഈ ഷോൾഡർ ഇങ്ങോട്ട് യോജിപ്പിക്കുക, 2 ഷോൾഡറും യോജിപ്പിക്കുക. പിന്നെ ഒരു തലക്കെന്ന് ഇങ്ങനെ കഴുത്തിന് കഴുത്തൊരു 1/2 ഇഞ്ച് ഒന്ന് ഇറക്കി വെട്ടണം കേട്ടോ. എന്നിട്ട് ഈ കഴുത്തൊക്കെ ഓവർലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ ഓവർലോക്ക് ചെയ്ത് ഇങ്ങനെ കൊടുന്ന് ബാക്ക് വരെയും ഫുള്ള് ഓവർലോക്ക് ചെയ്യുക. മടക്കി അടിക്കാനാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവുമെന്ന് മാത്രം.
അല്ലെങ്കിൽ നൂലെടുത്തിട്ട് ഇങ്ങനെ തുന്നി കൊണ്ടുപോയാലും മതി. അങ്ങനെയാണ് ഈ ഒരു ശ്രഗ് തയ്ക്കുക. പിന്നെ ഇതിന് സാധാരണ പോലെ തന്നെ സ്ലീവ് തയ്ക്കുക. അപ്പോൾ ഞാനിതിൻ്റെ കറക്റ്റായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ തുണിയിൽ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇത് വെച്ചിട്ട് ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവും ഒന്നും വേണ്ട. ഒരു തുണിയിട്ട് തയ്ക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഞെറിവ് കൊടുത്തിട്ടുണ്ട്. കൈയിൻ്റെ അറ്റത്ത് ഞാൻ എലാസ്റ്റിക് ഇട്ടിട്ട് ബലൂൺ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിന് നമ്മളിങ്ങനെ ഓവർലോക്ക് ചെയ്യാൻ ചെയ്യുക. കാരണം ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വെക്കൂല, കാരണം അങ്ങനെയല്ലേ നമ്മളിത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കളർ കോമ്പിനേഷനായിട്ട് നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനാകെ 5.5 മീറ്റർ ഈ ഒരു ഷിഫോണും 3 മീറ്റർ ഈ ഒരു മെറ്റീരിയലും ആണ് ആവശ്യം വന്നിട്ട് കേട്ടോ. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷനുള്ളൊരു പാർട്ടി വെയർ കേട്ടോ. അപ്പോൾ ഞാൻ ഒഴിപോലെ ഇനിയും ഇതുപോലത്തെ ഒരു ഡ്രസ്സ് തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ കുട്ടികൾക്കും അസ്സലാമു അലൈക്കും.